കവിത സുധാകരൻ. ഇന്നത്തെ വചനത്തിൽ പറയണത് യാത്ര, നമ്മളുടെ യാത്രാരംഭ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ യാത്രയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണല്ലോ എല്ലാവരും ഇറങ്ങുക. അപ്പോൾ നമ്മൾ എല്ലാവരും ഈശ്വര എന്നൊക്കെ വിളിച്ചിട്ട് തന്നെയാവും യാത്രയിൽ ഇറങ്ങുക. അപ്പോൾ അതിൽ വചനം വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, അതാണ് പറയണത്. നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11-12. ജോഷുവ 1:9 നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ആ വചനം കേട്ടോ. കർത്താവായ യേശുവേ, ഞാൻ നടത്താൻ പോകുന്ന യാത്രയെ സമർപ്പിക്കുന്നു. സഹയാത്രികരെയും യാത്രാവാഹനത്തെയും സമർപ്പിക്കുന്നു. ഈ യാത്രയിൽ ദൈവമഹത്വം നിറയട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. പിന്നെ പുറപ്പാട് 40:36-38 മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിനു മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും അത് ദർശിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, യാത്രയ്ക്ക് മുൻപേ ദീപസ്തംഭമായി സഞ്ചരിക്കണമേ. യാത്രയ്ക്കു തടസ്സമുണ്ടാക്കുന്ന എല്ലാ തിന്മകളും യേശുനാമത്തിൽ അകന്നു പോകട്ടെ. പുറപ്പാട് 23:20 അതിൽ പറയുന്നുണ്ട്, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. തോബിത്ത് 5:21 ഒരു നല്ല ദൂതൻ അവനോടൊത്തു പോകും. അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും. സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. യാത്ര മംഗളമാക്കാൻ മുമ്പേ നീങ്ങണേ. അതായത് ദൂതന്മാരാണ്. അതെ, മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ, അവരൊക്കെ ദൂതന്മാരാണ്. അപ്പോൾ മാലാഖമാർ, അവരോട് പ്രെയർ ചെയ്യണം. അവരോട് പ്രെയർ എന്ന് വെച്ചാൽ ദൂതനെ മുൻപേ അയക്കും എന്ന് പറയുന്നുണ്ട്. അത് ഏത് ദൈവവിശ്വാസത്തിലുണ്ടത്. ഇപ്പോൾ നല്ല മാലാഖമാർ അല്ലെങ്കിൽ നല്ല വിശുദ്ധരായിട്ടുള്ള ആളുകൾ നമ്മളെ സഹായിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവേ, ദീപസ്തംഭമായി യാത്രയ്ക്ക് മുമ്പേ സഞ്ചരിക്കണമേ. താങ്ക് യു.